ഈ അടുത്തിടെയായിട്ട് NHSൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരും അതേപോലെ മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഒത്തിരിയധികം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വീഡിയോസ് ചെയ്യുമ്പോൾ പലപ്പോഴും പലരും അവരുടെ യൂണിഫോമിലും അതേപോലെ ID കാർഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ വീഡിയോസ് ചെയ്യുന്നത്. ചിലവർ ഞാൻ NHSൻ്റെ മാനേജറാണ്, അതല്ലെങ്കിൽ ഞാൻ NHSൽ ഇന്ന പൊസിഷനിലാണ് എന്നൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ ഉദ്ദേശം നല്ലതായിരിക്കാം, പക്ഷേ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ പ്രൊഫഷണൽ റെഗുലേറ്ററിൻ്റെ സോഷ്യൽ മീഡിയ ഗൈഡൻസുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾ രജിസ്റ്റേർഡ് നേഴ്സാണ് എങ്കിൽ NMCയുടെ കൃത്യമായ ഗൈഡൻസുകളുണ്ട്, സോഷ്യൽ മീഡിയ പോളിസികളെക്കുറിച്ചുള്ള കൃത്യമായ ഗൈഡൻസുകളുണ്ട്. ആ ഗൈഡൻസുകൾ നിങ്ങൾ പാലിക്കുക. രണ്ടാമത്തത്, നിങ്ങൾ ഏത് ട്രസ്റ്റിലാണോ വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ട്രസ്റ്റിൻ്റെ കൃത്യമായ സോഷ്യൽ മീഡിയ ഗൈഡൻസ് ഉണ്ട്. അതിൽ പല ട്രസ്റ്റുകളും ആ ട്രസ്റ്റിൻ്റെ യൂണിഫോമോ അവരുടെ ID കാർഡുകളോ യൂസ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിഷൻ തരുന്നില്ല. അതേപോലെ നിങ്ങൾ ട്രസ്റ്റ് പ്രമാസിൽ നിന്നോ നിങ്ങൾ വീഡിയോ ചെയ്യുകയാണ് എങ്കിൽ ട്രസ്റ്റിൻ്റെ കമ്മ്യൂണിക്കേഷൻ ടീമിൻ്റെ പെർമിഷൻ എടുക്കണമെന്നുള്ള കൃത്യമായ ഗൈഡൻസുകളുണ്ട്. അപ്പോൾ ഈ ഗൈഡൻസുകളൊക്കെ പാലിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ വീഡിയോ ചെയ്യുക. ഞാൻ ഒരിക്കലും യൂണിഫോം ഇട്ട് ഒരു വീഡിയോ ചെയ്യുന്നത്, അതൊരു ഫൺ വീഡിയോ ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്നതിനോട് ഞാൻ ഒരിക്കലും നിങ്ങളെ എൻകറേജ് ചെയ്യില്ല. കാരണം അതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു പക്ഷേ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ പേഷ്യൻസിൻ്റെ ഇൻഫർമേഷൻസ് നിങ്ങൾ വീഡിയോസോ അല്ലെങ്കിൽ പിക്ചേഴ്സോ എടുക്കുമ്പോൾ നിങ്ങളുടെ പേഷ്യൻസോ അല്ലെങ്കിൽ മറ്റാരുകളോ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പെർമിഷൻ ഇല്ലാതെ ആ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റിനെ ബാധിക്കുക. ഇനി ലാസ്റ്റായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളറിയുന്ന പേഷ്യൻസ് ആയിരിക്കാം നിങ്ങളുടെ വാർഡിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത്. യാതൊരു കാരണവശാലും അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ നിങ്ങൾ സെർച്ച് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അവർക്ക് ഫ്രണ്ട് റിക്വസ്റ്റുകൾ കൊടുക്കുകയോ, ഇനി അതല്ല എങ്കിൽ അവരുടെ ഫ്രണ്ട് റിക്വസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്യുക. അത് പേഷ്യൻ്റ് കോൺഫിഡൻഷ്യാലിറ്റിയുടെ ബ്രീച്ചാണ്. അതിൻ്റെ പേരിൽ പലപ്പോഴും നിങ്ങളുടെ ജോലി തന്നെ പോകുന്ന സാധ്യത ഉണ്ടാകും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. പല സ്ഥലങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയ യൂസിൻ്റെ പേരിൽ പല ആളുകളുടെ പേരിലും ആക്ഷൻ വന്നു. ഇത് NHSലുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ബാധകമുള്ള കാര്യമല്ല. നിങ്ങൾ UK ഒരു ഹെൽത്ത് കെയർ സെക്ടർ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിലെല്ലാവർക്കും ബാധകമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ നല്ലതായിരിക്കാം, പക്ഷേ ചെയ്യുമ്പോൾ പ്രത്യേകം നോക്കുക അത് നിങ്ങളുടെ ജോലിയെയും നിങ്ങളുടെ പ്രൊഫഷനെയും ബാധിക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് മേക്ക് ഷുവർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.